കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ മുങ്ങിക്കാര്യം കോസ്റ്റ് ഗാർഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. കപ്പലിലെ ക്യാപ്റ്റൻ അടക്കം 3 നാവികരെയും പുറത്തെത്തിച്ചു. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ മണിക്കൂറിൽ 1 കിലോമീറ്റർ വേഗത്തിൽ നീങ്ങുന്നു. രാസവസ്തുക്കളുള്ള കണ്ടെയ്നർ എറണാകുളം ആലപ്പുഴ തീരങ്ങളിലെത്താൻ കൂടുതൽ സാധ്യതയുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഒപ്പം കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരും. ഷഫീദ്, കഴിഞ്ഞ ദിവസം തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ കപ്പൽ മുങ്ങിയാൽ കപ്പലിന്റെ ആ ഒരു നഷ്ടത്തിലുപരി ചില പരിസ്ഥിതി നാശമുണ്ടാകും. ഒപ്പം തന്നെ ജനങ്ങൾക്ക് ആരോഗ്യകരമല്ലാത്ത പല വസ്തുക്കളും കടലിൽ മുങ്ങാനും ചിലപ്പോൾ അത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? ക്രിസ്ത്യൻ, നമുക്കറിയാം ഇന്നലെ വൈകിട്ട് ആദ്യഘട്ടത്തിൽ 3:45 കപ്പൽ ആദ്യം അപകടത്തിൽപ്പെടുമ്പോൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണത് 9 കണ്ടെയ്നറുകളായിരുന്നു. ആ കണ്ടെയ്നറുകളിൽ മറൈൻ ഗ്യാസ് ഓയിൽ, അതായത് വെരി ലോ സൾഫർ ഓയിൽ എന്നുള്ളൊരു കണ്ടന്റാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ അതിനുശേഷം കപ്പൽ കൂടുതൽ മുങ്ങുന്ന സാഹചര്യത്തിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിലൊക്കെ എന്ത് എന്നുള്ള കാര്യം ഇതുവരെയും ഒരു വ്യക്തതയില്ല. പ്രത്യേകിച്ച് സാധാരണഗതി ഒരു പോർട്ടിലേക്ക് അടുക്കുമ്പോൾ, അതായത് ഈ കപ്പൽ സെയിൽ ചെയ്ത് പോകും മുൻപ് അവസാനം അടുത്ത പോർട്ട് വിഴിഞ്ഞം പോർട്ടാണ്. വിഴിഞ്ഞം പോർട്ടിൽ ലിക്വിഡ് ഹാൻഡിലിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് എടുത്തിട്ടുണ്ടായില്ല. പക്ഷേ അപ്പോൾ കപ്പലിൽ എന്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സ്ഥിരീകരണമില്ല. ബാക്കിയൊക്കെ ഉള്ള കണ്ടെയ്നറുകളിൽ ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്റ്റഡ് സബ്സ്റ്റൻസുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. പോർട്ടുകൾക്ക് സാധാരണ ഒരു കപ്പൽ വ്യക്തത വരുത്തേണ്ടത്. വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വന്ന ഒരു കപ്പൽ MCS കമ്പനിയുടേതാണ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അത്രയും വലിയൊരു കപ്പൽ. അതിൽ എന്ത് വസ്തുക്കളാണ് ഉള്ളതെന്ന് ഈ കമ്പനിക്ക് മാത്രമാണോ അറിയാവുന്നത്? അതിനപ്പുറമായി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അധികൃതർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? കാരണം ഇതെന്താണ് എന്നറിഞ്ഞാലല്ലേ ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാനാവും. ഈ കപ്പൽ സെയിലിംഗ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു പോർട്ടിലേക്ക് ഒരു കപ്പൽ എടുക്കുമ്പോൾ അതിൽ എന്ത് സാധനം എന്ന കണ്ടെയ്നറുകളിൽ എന്ത് എന്ന് കൃത്യമായി തന്നെ പോർട്ടിനെ അറിയിക്കാറില്ല. പകരം അത് ഏത് ക്ലാസ്സിൽ വരുന്ന സബ്സ്റ്റൻസുകളാണ് എന്നുള്ളത് മാത്രമാണ്. അത് ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത്, കോൾ ആണെങ്കിൽ അത്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണ് പോർട്ടിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ടിന് ഏതെങ്കിലും തരത്തിൽ ആ ഫീഡർ കപ്പലിൽ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ 3 എന്ന് പറയപ്പെടുന്ന ആ ഫീഡർ കപ്പലിൽ എന്തുണ്ട് എന്നുള്ള കാര്യം വിഴിഞ്ഞം പോർട്ടിന് അറിയില്ല, സംസ്ഥാന സർക്കാരിന് അറിയില്ല. അതിനാകെ അറിയാവുന്നത് ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് മാത്രമാണ്. സ്വാഭാവികമായും അത് ഏതെങ്കിലും റെയറസ്റ്റ് ഓഫ് ദ റെയർ, അതായത് അപൂർവമായ വസ്തു ആണെങ്കിൽ അത് സ്വാഭാവികമായും ഇതിനോടകം തന്നെ ഒരു ജാഗ്രതയായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നടത്തിയതിന് അവരുടെ ഗ്രേഡ് 2 ലിസ്റ്റിൽ വരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അത് നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. ഒഫീഷ്യൽസ് നമ്മളോട് അനൗദ്യോഗികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് തന്നെ മറൈൻ ഓയിൽ എന്നുള്ളത് മാത്രമാണ് അവരിപ്പോഴും സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ പാലിക്കേണ്ട വലിയ ജാഗ്രതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിലെ എല്ലാ തീരദേശത്തും ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. കപ്പൽ പൂർണ്ണമായും മുങ്ങിയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കപ്പൽ അങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പരക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് 2 പ്രധാനപ്പെട്ട തീരങ്ങൾ, അതിലൊന്ന് കൊച്ചിയാണ്, മറ്റൊന്ന് ആലപ്പുഴയാണ്. ഈ 2 തീരങ്ങളിലേക്ക് നമ്മളുടെ ഹൈറ്റൈഡിന്റെ സ്വഭാവവും കാലാവസ്ഥയും ഒക്കെ അനുസരിച്ച് കൊച്ചി ആലപ്പുഴ തീരത്തേക്ക് അടുക്കാനാണ് ആദ്യ സാധ്യത. അതിനുശേഷം തിരുവനന്തപുരം കൊല്ലം തീരത്തേക്ക് അടുക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഏതെങ്കിലും തരത്തിൽ കടലിന് മേൽ എണ്ണപ്പാടയോ അതല്ലെങ്കിൽ അത്തരം കണ്ടെയ്നേഴ്സോ വെസൽസോ ഒക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ 112-ലോ അതല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണം എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യം വീണ്ടും ആവർത്തിക്കുന്നു. MSC എൽസ 3 എന്ന് പറയപ്പെടുന്ന കപ്പൽ അത് പൂർണ്ണമായും മുങ്ങി കടലിൽ ആണ്ടു എന്നുള്ള വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. അത് നേരത്തെ ടഗ് ബോട്ടൊക്കെ, വിഷ്ണു സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ടഗ് ബോട്ടൊക്കെ കൊണ്ടുവന്ന് അത് കരയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ ആളപായമില്ല. ഓൺബോർഡിൽ, അതായത് കപ്പലിൽ ഓൺബോർഡിൽ ഉണ്ടായിരുന്ന 3 പേരെയും അവശേഷിച്ച 3 പേരെയും നിലവിൽ ഇപ്പോൾ കപ്പലിൽ നിന്ന് പുറത്തേക്ക്, അതായത് കരയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം അതും വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ആളപായമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ കപ്പലിലുള്ള സബ്സ്റ്റൻസ് എന്താണ്, അത് ഏത് തരത്തിലാണ് നമ്മുടെ തീരദേശത്ത് പ്രശ്നമുണ്ടാക്കുന്നത്, നമ്മളുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയിലടക്കം പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല ഈ സൾഫർ ഏതെങ്കിലും തരത്തിൽ ഹൈ ഇന്റൻസിറ്റി സൾഫർ കണ്ടന്റ് ആണെങ്കിൽ അത് സ്വാഭാവികമായും പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ ഒഫീഷ്യൽസ് നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കിനി